കേരള രാഷ്ട്രീയം കലുഷിതമാക്കാൻ പ്രതിപക്ഷത്തിന്റെ തീവ്ര യത്നം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തോടെ പ്രതിപക്ഷം വീണുകിട്ടിയ അവസരം മുതലെടുക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ദേവസ്വവും സർക്കാരും അടിയന്തരമായി അന്വേഷണം പ്രഖ്യാപിക്കുകയും കുറ്റക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉറപ്പു നൽകുകയും ചെയ്യുമ്പോഴും കോൺഗ്രസ് ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിച്ച് സുവർണാവസരം തേടി ഇറങ്ങി. നിയമസഭയിൽ ജനക്ഷേമപരമായ ബില്ലുകൾ ചർച്ചയ്ക്ക് വന്നപ്പോൾ പോലും ഒരു സംഭാവനയും നൽകാതെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ ബഹളം വെച്ചു. നിർണായകമായ ചർച്ചകൾ തടസ്സപ്പെടുത്തി സഭയുടെ സമയം കളഞ്ഞ പ്രതിപക്ഷത്തിൻ്റെ നീക്കം ചോദ്യചിഹ്നമായി അവശേഷിക്കുമ്പോഴാണ് ഇപ്പോൾ കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MP-യുടെ നേതൃത്വത്തിൽ നടന്ന സംഘർഷം വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. ഒരു പാർലമെന്റ് അംഗം തന്നെ അക്രമത്തിന് നേതൃത്വം നൽകുകയും സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ആസൂത്രിതമായ നീക്കം നടത്തുകയും ചെയ്തു എന്നാണ് ആരോപണം. കോളേജിനുള്ളിൽ നടന്ന ഉന്തും തള്ളും എന്ന ചെറിയ കാര്യത്തിലാണ് UDF ഹർത്താൽ പ്രഖ്യാപിച്ചതെന്നും ഹർത്താൽ തന്നെ അക്രമഭരിതമാക്കാനാണ് UDF ശ്രമം നടത്തിയത് എന്നും LDF ആരോപിക്കുന്നു. മാത്രമല്ല MP പോലീസിന് നേരെ തട്ടിക്കയറുകയും പ്രകോപനം സൃഷ്ടിക്കുകയും ഗ്രനേഡ് പിടിച്ചുവാങ്ങുകയും ചെയ്തത് MP-യുടെ കയ്യേറ്റമായി ആണ് കാണുന്നത്. ഷാഫി പറമ്പിൽ വന്നതിന് ശേഷമാണ് പോലീസിന് നേരെ ആക്രമണം ഉണ്ടായതെന്നും ഇത് പോലീസിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന സമീപനമാണ് എന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് തന്നെ സമനില തെറ്റിയാണ് പ്രവർത്തിക്കുന്നത് എന്നും പേരാമ്പ്രയിൽ സമാധാന അന്തരീക്ഷം വേണമെന്നും വാദങ്ങൾ ഉയരുന്നുണ്ട്. ഈ പ്രതിഷേധ ഷോയ്ക്ക് പിന്നാലെ കോൺഗ്രസ് നടപടിയെടുത്തു എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടവും സംഘവും കോൺഗ്രസിൻ്റെ പടനായകരായി മാറിയിട്ടുണ്ടോ? പേരാമ്പ്രയും സ്വർണ്ണപ്പാളിയും തമ്മിൽ എന്താണ്? ശോകമാകുകയാണോ? പ്രതിപക്ഷ പ്രതിഷേധ നാടകമാണോ നടക്കുന്നത്? ഷാഫിയുടെ ഷോ റീൽ മാങ്കൂട്ടവും നയിക്കുന്ന അവസ്ഥയോ? കോൺഗ്രസിന് കാലിടറുന്നു.